വെച്ചിട്ട് പാടി വെച്ചിട്ട് പോയാൻ. ഇവള് രാവിലെ തന്നെ മനുഷ്യനെ വട്ടെടുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് പോയാണ്. ഇവിടെ ജോലിയായിട്ടിരിക്കുകയാണ്. വെയ് അല്ല, വീട്ടിലും ഒരു വിലയില്ല, നാട്ടിലും ഒരു വിലയില്ല. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു കോഴിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. ദിവസമല്ലേ വില മാറിക്കൊണ്ടിരിക്കണം. ഇന്ന് 150, നാളെ 160, അതിന്റെ അടുത്ത ദിവസം 250. ഇങ്ങനെ വില മാറുന്ന ഒരു ജീവി വേറെ ഇല്ല. ജീവിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എന്റെ ഭാര്യയുടെ തന്തപ്പടിയുടെ ബർത്ത്ഡേ. ആ 75 കഴിഞ്ഞിരിക്കണ കിളവന് ചിക്കൻ ബിരിയാണിയെ കയറുവോളം വല്ല കരുവാടും പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഏറണം കേട്ടവൻ. ഇതാരുടെ കിടന്ന് വിളിക്കണത്? ആ അജിയാ, എന്താടേ? എന്തോന്ന്? രഘുവിന്റെ ഭാര്യ പ്രസവിച്ച ബിരിയാണി കൊടുക്കണോ? ചിക്കൻ? ഓ ഓ ഓ വൈകിട്ട് എടാ, നീ വൈകിട്ട് വന്നേ, വെട്ടി വെച്ചേക്കാം. ഓ ബിരിയാണി ബെസ്റ്റ് തന്നെ, ബിരിയാണി ബെസ്റ്റ് തന്നെ. ഓക്കെ 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 എടാ, നീ വൈകിട്ട് വന്നേ. ശരി ശരി. ഓ രഘുവിന്റെ ഭാര്യ പ്രസവിച്ചതിന് 10 കിലോമീറ്റർ ഇപ്പുറത്തുള്ള അജി എന്തിന് ബിരിയാണി കൊടുക്കണം? അല്ല, ചിലപ്പോ നല്ല നെല്ലുണ്ടെങ്കിലേ ചില കോഴികൾ തമിഴ്നാട്ടിൽ നിന്നും വരും. അല്ലെ, എന്തെങ്കിലും ആവട്ടെ. ഇത് പൂവനാ പെടേ? പാതിരിഞ്ഞൊരു പൂമൊട്ടു ഞാൻ എന്റെ കോഴി കവിത ഇല്ലണോ? വാടിക്കരിഞ്ഞു പോയി, ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ തലവും കൊഴിഞ്ഞു പോയി. അണ്ണാ, പലതരം മ്യൂസിക് എൻട്രിയും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കവിയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കവിത ചൊല്ലിക്കൊണ്ട് ഫോണിലായിരുന്നേ, ഫോണിലായിരുന്നു. ഓഹോ, അതുപോട്ടെ. 500 കിലോ കോഴി ഇന്ന് വൈകിട്ട് കിട്ടുമോ? അണ്ണാ 400 കിലോ റെഡി ആയിട്ടുണ്ട്. ഇനി 100 കിലോയും കൂടെ ഉള്ളു. വൈകിട്ട് വന്നാൽ റെഡിയാവും. 2 ദിനമായി ഇവിടെ ഞാൻ വന്നു പോകുന്നു. കടബന്ധനം വെറും കോഴിക്കാട്ടത്തിന്റെ ഗന്ധം മാത്രം. അണ്ണാ മനുഷ്യന്മാരെ പോലെ സംസാരേ. ഞാൻ 2 ദിവസമായിട്ട് ഇവിടെ വരുന്നു, എന്നെ കാണുന്നില്ലടേ. അണ്ണാ ഹോസ്പിറ്റലായിരുന്നു. എന്ത് പറ്റി നിനക്ക്? ചിക്കൻ ചെറുതായിട്ട് മാറിപ്പോയി. ചിക്കൻ മാറിയ നീ എന്തിനാ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? അതല്ല അണ്ണാ, ഗിരിദീപ് ഓഡിറ്റോറിയത്തിലായിരുന്നു ചിക്കൻ കൊടുക്കേണ്ടിയിരുന്ന. ഓ, ഞാൻ കൊണ്ടുവന്ന് കൊടുത്തത് ഗുരുദീപ് ഓഡിറ്റോറിയത്തിലായി. അതിന് ഗുരുദീപ് ഓഡിറ്റോറിയത്തിൽ വെജിറ്റേറിയൻ ആയിരുന്നു. അവിടെ പൂച്ചു വെച്ചിരുന്ന മലക്കറിയുടെ മണ്ടേ കൂടെ ചിക്കൻ കൊണ്ടുവന്നു വേഷായിട്ട് കിട്ടിയില്ലേ? 1000 അടി അവന്മാരടിച്ച്. പക്ഷെ ചമ്മിപ്പോയി. ഫസ്റ്റ് അടി തന്നെ എന്റെ ബോധം പോയി. ബാക്കി 999 അടിയും വേസ്റ്റ്. പിന്നെ ഇവിടെ ഒരു ബോർഡ് ഇരുന്നായിരുന്നല്ലോടാ, കാണുന്നില്ലല്ലോ. അണ്ണാ അത് ഞാൻ വേണ്ടെന്ന് വെച്ചണ്ണാ. ഇച്ചിരി ട്രെൻഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വീട്ടുമുറ്റത്ത് ചിക്കൻ എന്ന് പറഞ്ഞൊരു ബോർഡ് ഞാൻ വെച്ചു. എന്റെ അണ്ണാ, ഒരു വൃത്തികെട്ടവൻ അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറലാക്കി. കോഴിക്കോട് നിന്ന് എറണാകുളത്ത് നിന്നൊക്കെയാണ് ഓർഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തെ ആവേശത്തിൽ ട്രിവാൻഡ്രത്ത് നിന്ന് ചിക്കനും കയറ്റി വന്ദേ ഭാരതിൽ നേരെ എറണാകുളത്തുണ്ട്. വീണ്ടും ട്രിവാൻഡ്രത്ത് ചിക്കനും കയറ്റി വന്ദേ ഭാരതിൽ നേരെ ഞാൻ കോഴിക്കോട് ഉണ്ട്. അണ്ണാ 1000 രൂപ ചിക്കന് 10000 രൂപ ചെലവ്. ഞാൻ വേണ്ടത്, ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല. പിന്നെ ഇത് അത്തറ് കടയല്ല, ഇത് ചിക്കൻ കടയാണ്. നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് കൊണ്ടു കിടക്കണ ബിസിനസ്സാണ്. നിങ്ങൾ പുച്ഛിക്കരുത് കേട്ടാ. നൂറ്റാണ്ടുകളോ? നിങ്ങൾ കേട്ടിട്ടില്ലേ പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്? ഇന്ന് വളിപ്പടിക്കാതെ കട്ടിയടെ, കോഴി കട്ടിയടെ. ഈ കട്ട് ചെയ്യുന്ന കോഴികൾക്ക് വേണ്ടിയിട്ടും എന്റെ കയ്യിൽ 2 കവിതയുണ്ട്. പിടയ്ക്കുന്നു പടപട, തുടിക്കുന്നു പടപട, അടിക്കുന്നു പടപട. വയറ്റി പിടിച്ചില്ലെങ്കിൽ ഊരിത്തെറിക്കുന്നു കിടുകിട. അണ്ണാ നിന്ന് പതപ്പിക്കാതെ പോയാണ്. പതപ്പിക്കുന്നു പത നല്ല സബ്ജക്റ്റാ. പതയുന്നു ജീവിതം, പതയല്ലേ ജീവിതം, പതയാണ് ജീവിതം. ഹേ മനുഷ്യ, ഇത് പതയാണോ അതോ നിന്റെ കഥയാണോ? സബാഷ്. എങ്ങനുണ്ട് എന്റെ തൂലികയിൽ നിന്ന് അടർന്നു വീണ പത? നിങ്ങളുടെ വായിൽ നിന്ന് പത വരും കേട്ടല്ലേ? അണ്ണാ, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്നും വെളുപ്പാങ്കാലത്ത് എന്റെ കടയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഈ കവിത ചൊല്ലണം. നല്ല ഐശ്വര്യമായിരിക്കും ഇല്ലേ? അതുകൊണ്ടല്ല, അപ്പൊ കോഴിക്ക് തന്നെ ഒരു തോന്നല് കാണും, ഇതിലും ഭേദം മരിച്ചാ മതി. നീ അങ്ങ് അടങ്ങ് കേട്ടോ. ഞാൻ പ്രശസ്തനായ നിമിഷ കവി വള്ളിക്കീഴിൽ വാസുവാണ്. അങ്ങനെയാണോ? എന്നാ നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്യണോ? അല്ല, ആ ശീല ചേച്ചിയെ കുറിച്ച് ഒരു കവിത ഇല്ലാവും. ശീല ചേച്ചിയെ കുറിച്ച് കവിതയല്ല, വേണം എന്താ കഥ പറഞ്ഞുതരാം. അത് വേണ്ട, അത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അത് വേണ്ട. വേറെ ഒരു ഹിറ്റ് ഷോ ഉണ്ട്, കോമഡി മാസ്റ്റേഴ്സ്. അതിനെ കുറിച്ച് കവിത എല്ലാം പറ്റൂ? ചിരിയൊരമൃതാണ് അമൃതയുടെ വേദിയിൽ, കഥയും കഥനങ്ങളും മറന്നൊന്നിരിക്കുവാൻ മനസ്സിൻ്റെ ഇടങ്ങളിൽ
മറക്കാത്ത താരം ചേതൂഹരങ്ങളിൽ പ്രിയയാം ശ്വേതയും കൂട്ടിന്നഗിൽസും അലീന ഡയാന ശ്രീവിദ്യ ആലീസ് എന്നിവർ അമരത്ത് സൂത്രധാരനായി അനൂത്സാരം അരങ്ങത്തു വിസ്മയം അണിയിച്ചൊരുക്കുവാൻ രതീഷും നിതീഷും കിഷോയും മടങ്ങുന്ന മാസ്റ്റേഴ്സ് കോമഡി മാസ്റ്റേഴ്സ്. നിനക്കെന്ത് വയ്യേടേ? അണ്ണാ വേറൊരു ലോകത്തായി പോയാണ്. അല്ല നിങ്ങളുടെ കയ്യിൽ ഇത്രയും കിടിലം കവിതകളൊക്കെ ഉണ്ടായിരുന്ന? എന്റെ കോഴിക്കടലൊക്കെ എന്നാ ചത്തത് കാണും ജീവനുള്ളത്. അണ്ണാ എനിക്ക് ഒരു വല്ലാത്തൊരു ഡൗട്ട് ഉണ്ടണ്ണാ. എന്താ ഡൗട്ട്? എന്ത്? ഇവരെ കൂടെ ജീവിച്ച് 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 ഇപ്പൊ ഞാനും ഒരു കോഴിയാണോ എന്നൊരു ഡൗട്ട്. നാട്ടുകാരും പറയുന്നുണ്ടോ? അത് പറയുന്നുണ്ട്. പറയുന്നുണ്ടല്ലേ? ആ ഈ ആട് ജീവിതം പോലെ എന്റെ ഒരു കോഴി ജീവിതമായി മാറും അണ്ണാ. അല്ല സീരിയസ് ആയിട്ടാണ്, സീരിയസ് ആയിട്ട്. ഇപ്പൊ വെളുപ്പാൻ കാലത്തൊക്കെ എഴിച്ചൊന്ന് കൂവാൻ തോന്നുന്നു. ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ മുറ്റത്തിറങ്ങി മുട്ടയിടാൻ നോക്കി. പക്ഷെ നീ കാട്ടവിടരുത് അണ്ണാ. അതല്ല അണ്ണാ, ഇവരെ ഭാഷ പോലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതേത് ഭാഷയുടെ? ലാറ്റിൻ അമേരിക്കൻ ഭാഷ. പക്ഷെ കുത്തിത്തരിഞ്ഞേ നിങ്ങൾ കേൾദാ ആ പൂവനെ കണ്ട? ആ പൂവന്റെ കൂടെ അടുത്തൊരു 3 പിടക്കോഴിയിലേക്ക് കണ്ട. ഇവര് തമ്മിൽ ചെറിയ ഡിങ്കോളിഫിക്കേഷൻ ഉണ്ട്. രാത്രി മൊത്തം കുത്തിയിരുന്ന അതും കണ്ടിട്ട് കാലത്ത് കോഴിയുടെ അതല്ല അണ്ണാ, നിങ്ങൾ മനസ്സിലാക്കുക. ഈ പൂവൻ കോഴി നമ്മൾ കൊന്നു കഴിഞ്ഞാൽ ഈ പിടക്കോഴികളുടെ ശാപം കിട്ടും. ഈ പിടക്കോഴികളെ കൊന്നാല ഈ പൂവന്റെ ശാപം കിട്ടും. ഇത് വെട്ടുന്നവർക്ക് കിട്ടൂല, തിന്നുന്നവർക്കേ കിട്ടുവോ? ഓണ ഞാൻ എന്തിനാ അണ്ണൻ്റെ അടുത്ത് നോണ പറയണ? എന്റെ കോഴിയുടെ തല തൊട്ട് ഞാൻ സത്യം ചെയ്യണ്ട. അപ്പൊ എന്നാ കോഴി മുട്ടയിടുന്ന സ്ഥലം തൊട്ട് സത്യം ഉറപ്പണ്ണ. എന്നാ വെറുതെ അതിന്റെ ശാപം മേടിച്ച് വെക്കണ്ട. ഇറച്ചി വേണ്ട, ക്യാൻസൽ. എന്തോന്ന്? ഇറച്ചി ക്യാൻസൽ. 100-400 കിലോ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇറച്ചി വേണ്ടെന്നാ? വേണ്ട അണ്ണാ ചുമ്മാ കളിക്കല്ലേ. എന്തിനാടാ ഈ പാവപ്പെട്ട ജീവിയുടെ ശാപം മേടിച്ച് വെക്കുന്നത്? അണ്ണാ നിങ്ങൾ കോമഡി മാസ്റ്റേഴ്സിന്റെ കവിത ചുമ്മാ ചൊല്ലിയപ്പോഴേ ആ സ്കിറ്റിൽ ചുമ്മാ കൗണ്ടർ അടിച്ച് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ തള്ളിയതല്ലേ അണ്ണാ? നീ അങ്ങനെ തള്ളിയതായെങ്കിലും അതിനകത്തൊരു സന്ദേശമുണ്ട്, അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. അയ്യ ഇയാളെന്തോന്ന് ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ. അല്ല 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 എന്നെ പറഞ്ഞാ മതി. എനിക്കെന്തിന്റെ കേടായിരുന്നു? കേട് നല്ല സബ്ജക്റ്റ് അത്. കേട് നിനക്കിതെന്തിന്റെ കേട്? നിനക്കാണോ കേട്? നിനക്കല്ലേ കേട്? നിനക്കല്ല കേട്. നിന്റെ അച്ഛന്റെ പേരെന്താന്ന് പറഞ്ഞ? അവനാണ് കേട്. കവിതയിലൂടെ തന്തയ്ക്ക് വിളിക്കണം. എനിക്കിതെന്തിന്റെ കേട്? കോഴിക്കടയെ പറ്റി 2 വാക്ക് ഈ ഒരു സ്കിറ്റിനെ പറ്റി. ഇല്ല ഞങ്ങളെ എന്താണ് ഞങ്ങളുടെ ടീമിനെ എന്തിനാണ് അതൊക്കെ? ഞങ്ങളുടെ ടീമിനെ അത് മാത്രം ചേട്ടൻ പറ. ഞങ്ങളുടെ ടീമിനെ അഭിമുഖീകരിക്കുന്ന സോഫയുടെ വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഇരിപ്പുണ്ട്. ഗുഡ് വൺ മിസ്റ്റർ അഖിൽ, ഗുഡ് വൺ. ഒരു കാര്യം ചെയ്യോ, ആ മൃദുല ഇപ്പുറത്തിരുത്തിയിട്ട് അർജുൻ ഇപ്പുറത്തിരിക്കോ. ആൾക്കാരത് പ്രതിമയെന്ന് അവൾ അനങ്ങനെങ്കിലും ഒന്ന് കാണണ്ട. ഒരു കാര്യം, ഞാൻ ഇത് ആദ്യമായിട്ട് നിങ്ങൾ ഇതിന്റെ മുമ്പേ ഈ വേദിയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ 2 പേരുടെയും അവതരണ ശൈലി സൂപ്പർ. 2 പേരും വേറെ വ്യത്യസ്തമായ ശൈലിയാണ്. അതാണ് നിങ്ങൾ 2 പേരെയും ഒരു ടീമായിട്ട് നമുക്ക് ഭയങ്കര ഒന്നാണെങ്കിൽ നിങ്ങൾ ഒരു വേറെ ഒരു രീതിയിലാണ് നിങ്ങളിപ്പോൾ ഈ പ്രാവശ്യം കവിത വന്നു, അത് ചൊല്ലി നന്നായി. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിനെ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു കവിതയാണ് ചൊല്ലിയത് നിങ്ങൾ. ആരാ എഴുതിയേ? ഞാൻ തന്നെ. ആണോ? സൂപ്പർ. നിങ്ങൾ 2 പേരും നന്നായി കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു പുതുമ നിങ്ങൾ 2 പേരുടെയും ക്യാരക്ടറിൽ ഉണ്ടായിരുന്നു. സൂപ്പർ. അപ്പൊ നമ്മുടെ ഈ എക്സൈറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബാറ്ററി എത്രത്തോളം എക്സൈറ്റഡ് ആയെന്നുള്ളത് നോക്കിയാലോ? നോക്കണ്ടേ? രൂപയാണ് ആസ് എ ടീം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ശ്വേത ചേച്ചി, യെസ് ചൂട് 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 പൈസ. സൂപ്പർ. അപ്പൊ ഇനിയും അടിപൊളിയായിട്ട് ശക്തമായിട്ട് വീണ്ടും തിരിച്ചു വരാം. ഓൾ ദി വെരി ബെസ്റ്റ്.